എന്നെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. അച്ഛന്മാരുടെ മക്കൾ അതുപോലെ അഭിനയിച്ച് കാണിച്ചു. എല്ലാവരും അടിപൊളി ഒത്തിറങ്ങിയ സിനിമ. നടന്മാരുടെ മക്കളെല്ലാം ഒന്നിച്ച് തന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒക്കെ നന്നായി. ഇതുപോലത്തെ നല്ല സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നു. ഇവർ തന്നെ ടീം എടുത്തിട്ട് ഇതുപോലെ നല്ല നല്ല സിനിമകൾ കാണുന്ന കിടിലം പടം, ഒരു രക്ഷയില്ല. ഇതിനകത്ത് അതായത് ഒരു കിടിലം ഫീൽ ഗുഡ് പടമാണ്. പ്രണവ് മോഹൻലാൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് പല സീനുകളിലും ഇല്ലേ പ്രണവ് മോഹൻലാലിനെ കാണുമ്പോഴത്തേക്കും കറക്റ്റ് ലാലിട്ടൻ മിക്ക സീനിലും. തുടക്കം ഒരു പാട്ടുണ്ട്, അതിനകത്ത് പ്രണവ് ലിപ്പ് കൊടുക്കണ സീൻസ് ഉണ്ട്. അതില്ലേ, അതായത് നമ്മുടെ ലാലേട്ടൻ എങ്ങനെയാണോ ഓരോ സിനിമയിൽ പാട്ട് പാടുമ്പോൾ ലിപ്പ് കൊടുക്കണത്, ക്ലോസ് വെക്കാൻ ഒരു ഡയറക്ടറിനും മടിയുണ്ടാവില്ല ലാലേട്ടന്റെ സീക്വൻസിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് പല ക്ലോസപ്പ് സീൻസ് ഉണ്ട് പ്രണവിന്റെ ഈ പാട്ട് പാടുന്ന സമയത്ത്. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പല സമയത്ത് നമുക്ക് ലാലേട്ടൻ ഓർമ്മ വരും പ്രണവിനെ കാണുമ്പോൾ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഞെട്ടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ് ഈ കുറെ കൂതറപ്പടത്തിൽ പോയി തലവെച്ചതെന്നാണ് ഞാൻ ആലോചിക്കണം. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളുണ്ട് ഈ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടറിന്. അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിലടക്കം പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വോയിസ് മോഡുലേഷൻ ഒക്കെ കിടിലനായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിനകത്ത് ഏറ്റവും കിടിലൻ ട്രാക്ക്, അതായത് കാത്തിരുന്ന ട്രാക്ക് നിവിൻ പോളിയുടെ ഇതാണ്. അതായത് നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടമാണ് പടത്തിൽ. ആകെ ഒരു 25 മിനിറ്റ് എന്തോ ഉള്ളു നിവിൻ പോളി. ആ സമയത്തൊക്കെ പുള്ളിയുടെ അഴിഞ്ഞാട്ടമാണ്. അതായത് തിയേറ്റർ കുലുങ്ങിന്ന് തന്നെ പറയാം നിവിൻ പോളിയുടെ ഇൻട്രോയിൽ. കാരണം അത്ര കിടിലൻ ഇൻട്രോ ആണ് പുള്ളി കൊടുത്തേക്കണം. പിന്നെ പുള്ളിയുടെ ഒരു പാട്ടുണ്ടായിരുന്നില്ല, അതാണ് പുള്ളിയുടെ സ്കോറിംഗ് ആയിട്ട് ഉപയോഗിച്ചേക്കണം. അതൊക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ 3 മണിക്കൂറിൻ്റെ അടുത്തുണ്ടെങ്കിലും ഒരു തരി പോലും ലാഗില്ല. നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് വിനീത് ശ്രീനിവാസൻ ഇത് എടുത്ത് വെച്ചേക്കണം. പിന്നെ ക്യാമിയോ റോൾസ് ഒക്കെ അടിപൊളിയായിരുന്നു. വേറെ 2 ക്യാമിയോയും കൂടി ഉണ്ട്. മൊത്തത്തിൽ ഒരു കിടിലം പടം. പിന്നെ കല്യാണിക്കൊക്കെ സ്ക്രീൻ സ്പേസ് കുറവാണ്, എന്നാലും വന്നവരെല്ലാവരും കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിടിലം പടമാണ്, തിയേറ്ററിൽ വന്ന് നൽകുക. പെർഫോമൻസ് ധ്യാൻ ശ്രീനിവാസനും അടിപൊളിയായിരുന്നു, പ്രണവ് മോഹൻലാലും അടിപൊളിയായിരുന്നു. ആക്ടേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞെട്ടിച്ചത് ധ്യാനാണ്. കാരണം ധ്യാൻ്റെ കുറച്ച് മുന്നേ ഉള്ള സിനിമകളൊക്കെ അത്ര നല്ല ഇതായിരുന്നില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. ഇത്ര അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ്. ധ്യാൻ്റെ ഉള്ളിലൊരു നടൻ ഒളിഞ്ഞെടുപ്പുണ്ട്. അത് ഇതേപോലെ കിടിലൻ ഡയറക്ടേഴ്സിന് അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ധ്യാനൊരു കരിയർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലൂടെ. കാരണം പുള്ളിക്ക് കിടിലൻ ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത്. പുള്ളി ക്യാരക്ടർ പിടിച്ച് പോയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാലും കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കള്ളു കുടിക്കുന്ന സീനിലൊക്കെ പഴയ ലാലേട്ടനെ ശരിക്കും ഓർമ്മ വരും. അത്രക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയില്ലേ തകർത്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. അതായത് പുള്ളിനെ അറിഞ്ഞാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കണത് വിനീത് ശ്രീനിവാസൻ. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ നിവിൻ പോളി എന്ന് അറിയാലോ, തകർത്തിട്ടേ പോളൂ. അത്രയ്ക്ക് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിവിൻ പോളിയുടെ സീൻസ് വന്ന സമയത്തൊക്കെ ഇല്ലേ തിയേറ്ററിൽ കുലുങ്ങിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായ ഒരു റെസ്പോൺസ് ഇല്ല, അന്യായം ഓർത്ത്. അതായത് നിവിൻ പോളിയായിട്ട് ഒരു പടം വിനീത് ശ്രീനിവാസൻ എടുക്കണത് ഞാൻ പറയുള്ളൂ, ഒരു കൊളാബറേഷൻ. നിവിൻ പോളിയുടെ ഒരു എന്റർടൈൻമെന്റ് സിനിമ കണ്ടിട്ട് കുറച്ചായല്ല. അപ്പൊ ആ ഒരു പഴയ ആ ഒരു നിവിനെ തിരിച്ചു കൊണ്ടുവന്ന പടമാണ് ഇത്. അതായത് അതിന് വിനീത് ശ്രീനിവാസൻ തന്നെ വേണ്ടി വന്നു. നിവിൻ പോളിയുടെ ട്രാക്ക് കിടിലനായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ വന്ന കോമഡി ടൈമിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ആ സീക്വൻസിലെല്ലാം. കിടിലം പടവും ആ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കിടിലനായിരുന്നു. അവിടെ സ്പോയിലർ ആയതുകൊണ്ട് പറയാനുള്ള അവിടെ പുള്ളിയുടെ കുറെ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ചിരിക്കാനും കൈയടിക്കാനും ഉള്ള കുറെ സീനുണ്ട് നിവിൻ പോളിയുടെ. മൊത്തത്തിൽ കിടിലം പടവും. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക.